ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എണീച്ചോ? സുഖമായിട്ടിരിക്കണോ? ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെ? ഹാപ്പി ആയിട്ട് ഉറങ്ങിയോ? പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് ഉറങ്ങുക, സന്തോഷമായിട്ട് എല്ലാ പ്രവർത്തികളും ചെയ്യുക. എല്ലാവർക്കും നല്ല ആരോഗ്യ ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഉണ്ണിയേട്ടനും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എനിക്കും പറഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ണിയേട്ടനും പറയണല്ലേ. അവർക്ക് പറഞ്ഞിട്ട് എനിക്ക് പറയാം, മറന്നിട്ട് പോവാറാണ്. അപ്പം നമ്മളെ സ്റ്റാൻഡ് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഇന്ന് ദോശ ചുട്ട് ചട്നി ഉണ്ടാക്കി, പിന്നെ ചപ്പാത്തിയും ചുട്ട്. അപ്പം എനിക്ക് ഇന്നലെ ഇഡ്ഡലി തിന്ന് ദോശയ്ക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പം എനിക്കൊരു ചപ്പാത്തി ഇത് അവിടെ കൊണ്ടുവച്ചിരിക്കണം, കാണുന്നുണ്ടോ? അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യുക, ആരും വേദനിപ്പിക്കാതിരിക്കുക, എപ്പോഴും സന്തോഷങ്ങൾ കൊടുക്കുക. അമ്മമാർക്ക് പ്രത്യേകിച്ച് സന്തോഷങ്ങൾ കൊടുക്കുക. അച്ഛന്മാർ പിന്നെ നിങ്ങളെ കാര്യത്തിൽ ഇടപെടാനോ നിങ്ങളെ കൂടെ നടക്കാനോ ഒന്നും ആഗ്രഹിക്കില്ല. അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ മക്കളെ വളർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഓട്ടപ്പാച്ചിലായിരിക്കും. പിന്നെ അമ്മമാരോട് തന്നെ സംസാരിക്കുക അവർക്ക് നേരം ഉണ്ടാവില്ല. പക്ഷെ അമ്മമാരങ്ങനെയല്ല. അമ്മമാരെപ്പോഴും മക്കളെ കാര്യങ്ങളൊന്നും മാത്രം ഓർക്കുക, മക്കളെപ്പോഴും വിളിക്കുക, മക്കളെ ഹാപ്പിനെസ് അറിയുക. അതൊക്കെയാണ് അമ്മമാരെ വീക്ക്നെസ് എന്ന് പറയണത്. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ, ഒരു പെണ്ണായാൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അവരാണ് അവരുടെ ലോകം. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. പിന്നെ എനിക്കിപ്പോൾ അവിടെ എൻ്റെ കുഞ്ഞുള്ളതിനെ കൊണ്ട് ഞാൻ നല്ല ഹാപ്പിയിലാണ്. പിന്നെ ഒരു വിഷമങ്ങളും ഇല്ല, സന്തോഷമായിട്ടിരിക്കുന്നു. മോളവിടെയാണ്, മോളെ വിളിക്കും. വീഡിയോ കോൾ ചെയ്യണതിനെ കൊണ്ട് കുറേ സമാധാനമുണ്ട്, കാണുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞ് വിശേഷം വലിയ ലെങ്തായിട്ടൊക്കെ ഞാൻ ഇടുന്നുണ്ട്, എന്നാലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. ഞാനതിൽ വളരെയധികം ഹാപ്പിയാണ്. പിന്നെന്താ, എനിക്ക് ഞാനിന്ന് ഡൈനിങ് ഹാളെന്ന് ചെയ്യുന്നത് ഉണ്ണിയേട്ടന് ദോശയൊക്കെ ചുട്ട് വെച്ച്. ഉണ്ണിയേട്ടൻ ഇപ്പോൾ വരാറുണ്ടെന്ന് പുറത്തേക്ക് പോയിക്കിന്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ അമ്മായി ഇല്ല, അമ്മായി ഇവിടെ ഉണ്ട്. അമ്മായി എന്തോ അമ്പലത്തിൽ തുടച്ചിട്ട തുണികളൊക്കെ ഒന്ന് ഒലുമ്പിടാനൊക്കെ അമ്പലമൊക്കെ ഒന്ന് അടച്ച് അങ്ങനെയൊക്കെ വരും. ഉണ്ണിയേട്ടൻ വിളക്കൊക്കെ കത്തിച്ച് വന്നതാണ്. നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആ അമ്പലം അടക്കലൊക്കെ അമ്മായിൻ്റെ ഡ്യൂട്ടിയാണ്. പ്രായമായതാണ്. അമ്മായിൻ്റെ കാലം വരെ അങ്ങനെ അമ്മായി പോകുന്നിടത്തോളം പോകട്ടെ. അമ്മായിയുള്ളത് കുറേ നമുക്ക് കയ്യാക്കാണ്. ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടേന്ന്. നമുക്കാവും പോലെയൊക്കെ നമ്മൾ ചെയ്യും. പിന്നീടുള്ള തലമുറ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും അറിയില്ല, അത് ഞങ്ങൾ പ്രതീക്ഷിക്കണമില്ല. അതിനൊക്കെ നമ്മൾ ആളെ വയ്ക്കുന്നേ, പിന്നല്ല അല്ലേ, അതിനൊക്കെ ആളെ വയ്ക്കും. നമ്മളെ ദൈവം ആളെ വയ്ക്കും. കുട്ടികളെന്നും അതിനൊന്നും കിട്ടൂല. ഇനിയുള്ള തലമുറേനെയോ മോനെയാണോ മോൻ്റെ വൈഫിനെയാണോ അവരൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. മോൻ പിന്നെ ഇവിടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വിളക്ക് കത്തിക്കും. അവനൊരു പ്രശ്നമില്ല, കാരണം ചെറുപ്പം മുതലേ അവൻ കത്തിക്കും. പക്ഷെ അവൻ്റെ വൈഫിനെയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അവരൊക്കെ പഠിച്ച് നല്ല ജോലിക്കൊക്കെ പോകേണ്ട കുട്ടികളാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും നമ്മളിതിലേക്ക് വലിച്ചിടില്ല, അവർക്കൊരു ഭാരമാക്കി ഇടൂല. അത് എന്താണ് ഭാരം എന്ന് ഭാരമാക്കി ഇടൂല എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ
അവരെ കാര്യങ്ങൾക്ക് തന്നെ നേരം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അവർക്കൊരു കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായാൽ അതിനെ നോക്കാൻ തന്നെ അവർക്ക് കയ്യിലുണ്ടാവില്ല. അപ്പം നമ്മൾ നോക്കുന്നേ, നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ മതിയൊക്കെ. കുറേ കാലം നമ്മളങ്ങനെ 100 102 വയസ്സ് വരെ ജീവിക്കട്ടേന്നേ അല്ലേ, പിന്നല്ല. അപ്പം നമ്മൾ ഈ ഗുഡ് മോർണിംഗ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനി ഉച്ചയ്ക്ക് ഫുഡ് വീഡിയോ ആയിട്ട് വരാം. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പച്ചക്കറിയാണ്. എന്തായാലും നമ്മൾ ഇന്നൊരു കഞ്ഞും പയറൊക്കെ ആയിരിക്കും മിക്കവാറും, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഈ പുലരിയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഗുഡ് മോർണിംഗ് വീഡിയോ നിർത്തുന്നു. ഗുഡ് മോർണിംഗ്, ലവ് യു. ഉമ്മ മൈക്ക കയ്യിൽ, ഒരു കയ്യിൽ ഇതാണ്, ഇത് നമ്മളെ സ്റ്റാൻഡാണ്. അപ്പോൾ ചാച്ചാ ഉമ്മ ഉമ്മ.